നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പരസ്പര വിരുദ്ധ റിപ്പോർട്ടുകളുമായി കുഫോസും മലിനീകരണ നിയന്ത്രണ ബോർഡും. പെരിയാറിൽ രാസമാലിന്യം അപകടകരമായ അളവിൽ ഉണ്ടായിരുന്നുവെന്നാണ് കുഫോസിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ദേശീയപാതയിൽ ചാലക്കുടി മുരിങ്ങൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC വോൾവോ ബസിന്റെ എഞ്ചിന് തീപിടിച്ചു. ആളഭയമില്ല. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന ബസിനാണ് തീപിടിച്ചത്. കൊരട്ടിച്ചിറങ്ങരയിൽ രോഗിയുമായി പോയിരുന്ന ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. മാളയിലെ ആശുപത്രിയിൽ നിന്ന് അങ്കമാലിയിലെ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോയിരുന്ന ആംബുലൻസ് ആണ് അപകടത്തിൽപ്പെട്ടത്. ആംബുലൻസ് അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് അപകടങ്ങൾ നിത്യസംഭവമാണെന്ന് നാട്ടുകാർ. കൊടകര മരത്തോമ്പിള്ളിയിൽ വീടിന്റെ സീലിംഗ് അടർന്ന് വീണ അപകടം. മരത്തോമ്പിള്ളി ശാന്തവേലായുധന്റെ വീടിന്റെ സീലിംഗ് ആണ് വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ അടർന്നു വീണത്. ഈ സമയം സമീപത്ത് ആരും തന്നെ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. അന്നമനയുടെ മേലണ്ടൂരിൽ പശു ഫാമിന് മുകളിലേക്ക് മരം വീണ് 14 പശുക്കൾക്ക് പരിക്ക്. മേലണ്ടൂർ തോമസൺ ഡയറി ഫാമിന്റെ മേൽക്കൂരയ്ക്ക് മുകളിലാണ് മരം പതിച്ചത്. 21 പശുക്കളാണ് ഫാമിൽ ഉണ്ടായിരുന്നത്. ചാലക്കുടി കപ്പത്തോടിൽ നിന്നും കൃഷിയിടത്തിലേക്ക് വെള്ളം കയറി വ്യാപക കൃഷിനാശം. കുറ്റിക്കാട് പരിയാര മേഖലയിലാണ് വ്യാപകമായി കൃഷിനാശം സംഭവിച്ചിരിക്കുന്നത്. 50 ഏക്കറോളം സ്ഥലത്ത് കൃഷിയിറക്കിയ 40-ൽ പരം കർഷകർക്ക് കനത്ത നാശമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിരപ്പള്ളിയിൽ ചാലക്കുടി പുഴയോരത്ത് മുതലയെ കണ്ടെത്തി. അതിരപ്പള്ളി എസ്റ്റേറ്റ് 1-ാം ബ്ലോക്കിൽ പള്ളിയുടെ താഴ്ഭാഗത്ത് പുഴയോരത്താണ് വലിയ മുതലയെ കണ്ടത്. പുഴയ്ക്ക് സമീപം പാറയിൽ കിടക്കുന്ന മുതലയെ വൈൽഡ് ഫോട്ടോഗ്രാഫർ രാജേന്ദ്രൻ വെറ്റിലപ്പാറയാണ് ക്യാമറയിൽ പകർത്തിയത്. മതിലകത്ത് ഡോൾഫിന്റെ ജഡം കരക്കടിഞ്ഞു. കുളിമുട്ടം പൊക്ലായി ബീച്ചിലാണ് ഇന്ന് ഉച്ചയ്ക്ക് 1:30-യോടെ ജഡം കരക്കടിഞ്ഞത്. 5 അടിയോളം വലിപ്പമുള്ള ഡോൾഫിന്റെ ജഡമാണ് കരക്കടിഞ്ഞത്. ബോട്ടിന്റെയോ മറ്റ് യന്ത്രഭാഗങ്ങൾ തട്ടി പരിക്കേറ്റ് ചത്ത് കരക്കടിഞ്ഞതാണെന്നാണ് സംശയം. ദേശീയപാത നെല്ലായിയിൽ കാറിൽ കടത്തിയ 88 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടനാട് വടക്കേക്കര കൊട്ടാവയൽ വീട്ടിൽ അജി, പാലക്കാട് ചുള്ളിമട വീട്ടിൽ ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ സഞ്ചരിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയുടെ കരട് ജൂൺ 6-ാം തീയതി പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. വരുന്ന ജൂലൈ 1-ാം തീയതി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.